BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. തമിഴ്നാട്ടിൽ മദ്യത്തിന്റെ വിൽപ്പന സ്വകാര്യ മേഖലയ്ക്ക് നൽകാൻ വിജയ് സർക്കാർ ഒരുങ്ങുന്നതായി റിപ്പോർട്ട്. സർക്കാരിന്റെ കീഴിലുള്ള തമിഴ്നാട് സ്റ്റേറ്റ് മാർക്കറ്റിംഗ് കോർപ്പറേഷൻ വഴി നടക്കുന്ന മദ്യവിൽപ്പന കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും സ്വകാര്യ മേഖലയ്ക്കും വിട്ടു നൽകാൻ വിജയ് നേതൃത്വം നൽകുന്ന തമിഴക വെട്രി കഴകം സർക്കാർ നീക്കം നടത്തുന്നതായാണ് വിവരം. 2003 AIADMK സർക്കാർ ടാസ്മാക്കിനെ സർക്കാരിന് കീഴിൽ കൊണ്ടുവന്നത്. നിലവിൽ പൂർണ്ണമായും സർക്കാർ നിയന്ത്രണത്തിലാണ് ടാസ്മാക് പ്രവർത്തനം. മദ്യവിൽപ്പന സ്വകാര്യവൽക്കരണത്തിലേക്ക് നീങ്ങിയാൽ കഴിഞ്ഞ 23 വർഷത്തെ പൂർണ്ണ നിയന്ത്രണത്തിന് അന്തിമമാകുന്നതായിരിക്കും. എന്നാൽ ഇത് സംബന്ധിച്ച് സർക്കാർ ഔദ്യോഗിക പ്രഖ്യാപനങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. വരാനിരിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ച നിയമനിർമ്മാണ നടപടികളിലേക്ക് സർക്കാർ കടക്കുമെന്ന് രാഷ്ട്രീയ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. അതേസമയം മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് തന്റെ ഓഫീസ് ചരിത്രപ്രസിദ്ധമായ ഫോർട്ട് സെന്റ് ജോർജ് സെക്രട്ടേറിയറ്റിൽ നിന്ന് സമീപത്തുള്ള നാമക്കൽ കാവിങ്ങൽ മാളികയിലേക്ക് മാറ്റാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ 60 വർഷത്തിലേറെയുള്ള ചരിത്രത്തിൽ ആദ്യമായാണ് ഇത്തരമൊരു സ്ഥലം മാറ്റം നടക്കുന്നത്. സ്ഥലപരിമിതിയും ഭരണപരമായ ആവശ്യങ്ങളുമാണ് സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നതെങ്കിലും വാസ്തുവുമായും ജ്യോതിഷവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നതോടെ വലിയ ചർച്ചകൾക്കാണ് ഇത് വഴിവെച്ചിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരുടെയും ദിവസേന എത്തുന്ന സന്ദർശകരുടെയും ജനപ്രതിനിധികളുടെയും വർധനവും സ്ഥലപരിമിതിയുമാണ് സ്ഥലമാറ്റത്തിന് കാരണമായി അധികൃതർ പറയുന്നത്. പുതിയ ഓഫീസ് അന്താരാഷ്ട്ര നിലവാരത്തിൽ പുനർരൂപവൽക്കരണം ചെയ്യുകയാണെന്നും ഓഫീസിൽ നിന്നുള്ള കടൽ കാഴ്ച സമാധാനപരമായ അന്തരീക്ഷം നൽകുമെന്നുമാണ് സർക്കാർ വൃത്തങ്ങൾ പറയുന്നത്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.